ഗ്രന്ഥശാല പ്രവർത്തകർ കൊളുത്തിവെച്ച വെളിച്ചമാണ് ഇന്നും നാടിന്റെ ഇരുട്ടകറ്റി നിർത്തുന്നതെന്ന് മുൻ MLA KV അബ്ദുൽ ഖാദർ. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ ഇന്ന് കേരളത്തിന്റെ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തി ഇവരെല്ലാം കൊളുത്തിവെച്ച വെളിച്ചാണ്. മനുഷ്യരെ വിഭജിക്കാനും തമ്മിലടിപ്പിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾക്കെതിരായി മനുഷ്യർ ഒന്നിച്ചു നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം ഇത്തരത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ കൊളുത്തിവെച്ച ആ വെളിച്ചത്തിൻ്റെ ശക്തിയാണ് ഇരുട്ടിനെ ഇന്നും ഭയപ്പെടുത്തുന്നത്. ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയുടെയും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും ഭാരവാഹിയായിരുന്ന കർണംകോട്ട് വിജയൻ, തമ്പുരാമ്പടി വായനശാലയിലെ മുതിർന്ന പ്രവർത്തകനായ K ഭാസ്കര പണിക്കർ എന്നിവരെയാണ് ആദരിച്ചത്. KV അബ്ദുൽ ഖാദർ ഉപഹാരം നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR വിശ്വംഭരൻ, സംസ്ഥാന സമിതി അംഗം TB ശാലിനി, TT ശിവദാസ്, നഗരസഭ കൗൺസിലർമാരായ ദീപ ബാബു, ബബിത മോഹൻ, ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി TS ഷെനിൽ, TB ദയാനന്ദൻ, N നാരായണൻ എന്നിവർ സംസാരിച്ചു. 1956 മുതൽ ഗ്രന്ഥശാല രംഗത്ത് പ്രവർത്തിക്കുന്ന താൻ ഇപ്പോഴും വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായി കർണംകോട്ട് വിജയൻ പറഞ്ഞു. ഞാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1956 രണ്ടു വാരം. ഇപ്പോഴും സജീവമായിട്ട് വായനശാല പ്രവർത്തനത്തിലുണ്ട്. 30 വർഷത്തോളം, 30-ലേറെ വർഷം ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു. മുതിർന്ന പ്രവർത്തകരുടെ വസതിയിലെത്തിയാണ് ആദരണ ചടങ്ങ് നടത്തിയത്.